ഇപ്പോൾ അഡ്വക്കേറ്റ് അവിടെ ബൈജു യെസ് അദ്ദേഹം ഒരു വിദേശ രാജ്യത്തെ തന്നെ നമുക്ക് അഭിമാനമായിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ്. സ്വാഭാവികമായും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയെക്കുറിച്ചുള്ള ഒരു വിഷയം മറ്റ് രാജ്യത്ത് അവതരിപ്പിക്കപ്പെടേണ്ടത് എങ്ങനെയാണ്, അത് പ്രതിപക്ഷമാകട്ടെ ഭരണപക്ഷമാകട്ടെ എന്ത് രാഷ്ട്രീയമാകട്ടെ എന്നത് സംബന്ധിച്ച് അദ്ദേഹത്തിനൊരു അഭിപ്രായം കൂടി ഉണ്ടാകും. ഇവിടെ എനിക്ക് കൂട്ടിച്ചേർത്ത് ചോദിക്കാനുള്ളത്, ഇവിടെ ഈ സൂചിപ്പിച്ചതുപോലെ അഡ്വക്കേറ്റ് നോബിൾ പറഞ്ഞതുപോലെ അവർക്ക് BJP നേതാക്കൾക്ക് മോദി എന്ന് കേൾക്കുമ്പോൾ ചോര തിളയ്ക്കാറുണ്ട്. ഈ ശശി തരൂർ പാനാമയിൽ അടക്കം സംസാരിച്ചപ്പോൾ അങ്ങനെ ഒരു തിളപ്പുണ്ടായി എന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? ശ്രീ അഭിലാഷ്, ഞാൻ ഈ ഹീറോ വർഷിപ്പിനെ പറ്റി എനിക്ക് തോന്നുന്നത് നമ്മുടെ അംബേദ്കർ എത്ര ദീർഘവീക്ഷണമുള്ള ആളായിരുന്നു എന്നുള്ളത് വ്യക്തമാക്കുന്ന ഒരു സെന്റൻസ് വായിച്ചിട്ട് ഞാൻ അതിന് ആൻസർ തരാം. പുള്ളി കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി പറഞ്ഞത് ഇതാണ്: ഭക്തി ഓർ ഹീറോ വർഷിപ്പ് ഈസ് എ ഷുവർ റോഡ് ടു ഡിഗ്രഡേഷൻ ആൻഡ് ഇവഞ്ച്വൽ ഡിക്റ്റേറ്റർഷിപ്പ്. ഈ ഭക്തിയെ പറ്റി പറഞ്ഞുകൊണ്ട് മാത്രം ഞാൻ അത് സൂചിപ്പിച്ചു എന്നുള്ളതേ ഉള്ളൂ. ഞാനിതിൽ 2 ഡയമെൻഷനാണ് കാണുന്നത്. ഒരു ഡയമെൻഷൻ, ഞാൻ ഇന്ത്യക്ക് പുറത്തിരുന്നാണ് സംസാരിക്കുന്നത്. എനിക്കിത് ഒരു ഇന്ത്യയിൽ ഇരുന്ന് സംസാരിക്കുന്ന രീതിയിൽ ഇതിനെ അഡ്രസ്സ് ചെയ്യാൻ പറ്റില്ല. ഇതിന് 2 ഡയമെൻഷൻ ഉണ്ട്. ഒന്ന് ഇന്ത്യയിലെ പൊളിറ്റിക്കൽ ഡയമെൻഷൻ, 2 നമ്മുടെ ഡിപ്ലോമസിയുടെ ഡയമെൻഷൻ. ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ ഞാനിപ്പോൾ ഇന്ത്യയിലായിരുന്നു സംസാരിക്കുന്നതെങ്കിൽ സ്വാഭാവികമായും ഈ പ്രശ്നത്തിൽ BJPയുടെ ചില കണ്ണിങ് സ്റ്റാൻഡ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ആർക്കുമില്ല. ഇന്ത്യൻ മീഡിയ വാച്ച് ചെയ്യുന്ന, നമ്മൾ ഡയറക്റ്റ് കാണുന്ന ഇന്ത്യൻ മീഡിയ വാച്ച് ചെയ്യുന്ന, ഇന്ത്യൻ രാഷ്ട്രീയം ഫോളോ ചെയ്യുന്ന എന്നെ പോലുള്ള ആളുകൾക്ക് വളരെ കൃത്യമായി മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഈ കൃത്യമായും തരൂരിനെ വിടാൻ ഡയറക്റ്റായി നമ്മുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ഡയറക്റ്റ് ആദ്യം വിളിക്കുന്ന അദ്ദേഹം തന്നെ ഡിസ്ക്ലോസ് ചെയ്തു. അതിന് പകരം പ്രോപ്പർ ചാനലിൽ കൃത്യമായി അഡ്രസ്സ് ചെയ്യേണ്ടിയിരുന്നത് കോൺഗ്രസ് പാർട്ടിയോടായിരുന്നു. ആ കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഒരുപക്ഷെ അറിയാമായിരിക്കും, ബ്രിട്ടനിൽ ഈ 2ാം ലോക മഹായുദ്ധം ഉണ്ടായ സമയത്ത് ഇവിടെ ഒരു എമർജൻസി ഒരു ക്യാബിനറ്റ് ഉണ്ടാക്കി. ആ ക്യാബിനറ്റിൽ ഓപ്പോസിഷൻ ലീഡർ ആറ്റ്ലി ആയിരുന്നു. ആറ്റ്ലി അതുപോലെയുള്ള ഓപ്പോസിഷൻ നേതാക്കളെല്ലാം കൂട്ടി ആ ക്രൈസിസ് ഫേസ് ചെയ്യാനായിട്ട് എടുത്തിയ ഒരു ക്യാബിനറ്റ് ആയിരുന്നു, എമർജൻസി ക്യാബിനറ്റ്. ആ ഒരു സാഹചര്യത്തിലൂടെ ഈ വിഷയത്തെ അഡ്രസ്സ് ചെയ്യാൻ BJPക്ക് ധാർമ്മികവും രാഷ്ട്രീയവുമായ ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു എന്നുള്ളത് എനിക്ക് യാതൊരു സംശയവുമില്ല. അപ്പോൾ അത് ചെയ്തില്ല എന്നുള്ള വസ്തുത. ഈ പ്രശ്നം അഡ്രസ്സ് ചെയ്യാൻ, വിദേശത്തേക്ക് പോകാൻ തരൂര് ക്വാളിഫൈഡ് ആണോ എന്നുള്ള ചോദ്യം, ആ ചോദ്യത്തിന് പ്രസക്തിയില്ല. തരൂർ ഈസ് ഫുള്ളി ക്വാളിഫൈഡ്. തരൂരിൻ്റെ കോഫി അനൻ പ്രൈം മിനിസ്റ്റർ മറ്റേ UN സെക്രട്ടറി ആകുന്നതിന് അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷനെ പറ്റി കോഫി അനൻ തന്നെ പല റൈറ്റിംഗ്സിലും അദ്ദേഹത്തിന്റെ പുസ്തക എഴുതിയിലൊക്കെ കൃത്യമായി എഴുതിയിട്ടുണ്ട്. ആ ചോദ്യത്തിനൊന്നും ഒരു പ്രസക്തിയില്ല. ഹീ സമൺ ഹൂ ഈസ് കേപ്പബിൾ ഓഫ് അഡ്രസ്സിംഗ് ദ ഇഷ്യൂ. അത് പറയുമ്പോൾ തന്നെ ഞാൻ മറ്റൊരു ചർച്ചയിൽ പറഞ്ഞ പോലെ എന്താണ് ഈ ഡിപ്ലോമാറ്റ്, ഈ മൂവ്മെന്റിന്റെ ഗുണം എന്താണെന്നുള്ളതിൽ എനിക്ക് എൻ്റെതായ കൺസേൺസ് ഉണ്ട്. ഞാൻ ആദ്യത്തെ ഒരു ചർച്ചയിൽ തന്നെ പറഞ്ഞിരുന്നു, ഇതെന്ത് വാട്ട് വി വിൽ അച്ചീവ് ബൈ ഡൂയിങ് ദിസ്. രണ്ടാമത്തെ വിഷയം, ഈ തരൂര് പറഞ്ഞ സംഭവം, തരൂര് ഈ സർജിക്കൽ സ്ട്രൈക്കിനെ പറ്റി പറയുന്നു. അതിലൊരു മിസ്കമ്മ്യൂണിക്കേഷൻ ഉണ്ടായോ, അല്ലെങ്കിൽ ഒരു റോങ് കോട്ട് ചെയ്യപ്പെട്ടോ എന്നുള്ളതിൽ എനിക്കും സംശയമുണ്ട്. കാരണം അദ്ദേഹം ഈ പ്രശ്നം ഇതിനു മുമ്പും പല കാര്യങ്ങളും നടന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അതിന് തരൂര് വന്ന് എക്സിൽ അതിന് മറുപടി കൊടുക്കുന്നുണ്ട്. ഞാൻ ഉദ്ദേശിച്ചത് ഭീകരവാദവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ അതിന് മറ്റൊരു കൗണ്ടർ വന്ന് മൻമോഹൻ സിംഗ് പറഞ്ഞിട്ടില്ലേ, ആ ചോദ്യത്തിൽ അതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം എന്താ അറിയോ, മൻമോഹൻ സിംഗ് പറഞ്ഞിട്ടുണ്ട് കൃത്യമായി പബ്ലിക് ഡൊമൈനിലുള്ള നമ്മുടെ ഈ മറ്റ് സർജിക്കൽ സ്ട്രൈക്ക് പോലെ ഇത് പബ്ലിക് ഡൊമൈനിലുണ്ടോ എന്നുള്ളത് എനിക്ക് സംശയം. ദർ കുഡ് ബി കോൺഫിഡൻഷ്യാലിറ്റി എലമെന്റ്. ആ കോൺഫിഡൻഷ്യാലിറ്റി ഉള്ളതുകൊണ്ടാവാം ഈ വിഷയം കറക്റ്റായി പുറത്തു വരാത്തത്. പിന്നെ ഇന്ത്യക്ക് പുറത്ത് വന്ന് നിൽക്കുമ്പോൾ ഈ ഒരു പൊളിറ്റിക്കൽ സയൻസിൽ ഒരു പോളിസി ഉണ്ട്, അതായത് ക്രിട്ടിസൈസ് ഇൻസൈഡ്, അഡ്വക്കേറ്റ് ഔട്ട്സൈഡ്. അതായത് തരൂരിനെ സംബന്ധിച്ചിടത്തോളം ഹി റെപ്രസെന്റിങ് ദ സ്റ്റേറ്റ്, സോ ഹി ഹാസ് ടു ടേക്ക് എ കോൾ. അല്ലെങ്കിൽ പിന്നെ ഇന്ത്യക്ക് പുറത്ത് കോൺഗ്രസ് BJP രാഷ്ട്രീയം കളിക്കാൻ പറ്റില്ലല്ലോ. ഉദാഹരണമായിട്ട് ഇപ്പം ഞാനിപ്പോൾ ഇവിടെ സംസാരിക്കുമ്പോൾ ഇന്ത്യക്കകത്ത് ഇന്റേണൽ ഇഷ്യൂവിൽ നമ്മൾ ഇടപെടുന്നതിനും പറയുന്നതിനൊക്കെ അതിൻ്റെതായ പരിമിതികളുണ്ട്. ഇവിടെ ഇദ്ദേഹത്തെ വിട്ടിരിക്കുന്നത്, അല്ല ഈ ടീമിനെ വിട്ടിരിക്കുന്നത് ടു കൺവേ എ മെസ്സേജ്. ആ മെസ്സേജ് കൺവേ ചെയ്യാനാണ്. അതിൽ അദ്ദേഹം
അതായത് കൃത്യമായും ഇദ്ദേഹം ആ ലിസ്റ്റിൽ ഉണ്ടായിരിക്കേണ്ട ആളായിരുന്നു. കൃത്യമായി പാർട്ടിയുടെ പ്രോപ്പർ ചട്ടക്കൂടുകളിൽ നിന്നുകൊണ്ട് തന്നെ അദ്ദേഹം പോകേണ്ടിയിരുന്നു. പിന്നെ അവിടെ ചെല്ലുമ്പോൾ അദ്ദേഹം എന്ത് പറയുന്നു, അത് എങ്ങനെ പറയണം ഇങ്ങനെ പറയണമെന്ന് നമുക്ക് ഡിക്റ്റേറ്റ് ചെയ്യാൻ പറ്റുകയുമില്ല. അത് അതായത് ഏതാണ്ട് ഓൾമോസ്റ്റ് സർട്ടൻ ആണ് അതിനുള്ള കേപ്പബിലിറ്റിയും കഴിവുമായി കൊണ്ട് അദ്ദേഹത്തിന് ലെറ്റ് ഹിം ഡു വാട്ട് ഹി വാണ്ട് ടു സേ. പിന്നെ അതിനിടയ്ക്ക് ഞാൻ വേറൊരു കാര്യം കൂടെ പറയാവേ. ഇപ്പോൾ കുറച്ചു മുമ്പ് നോബിൾ പറഞ്ഞതിനാണ്, അതായത് ഈ BJP-യുടെ ദേശീയ രാഷ്ട്രീയത്തിൽ പിന്നെ ദേശഭക്തിയെക്കുറിച്ച് വല്ലാതെ വാചാലാകുന്നുണ്ട്. എനിക്ക് എല്ലാ സ്നേഹത്തോടും പറയട്ടെ, ഞാൻ അതുപോലെ തന്നെ എൻ്റെ ഒരു സുഹൃത്തും അത് ഇതിനിടയ്ക്ക് പറഞ്ഞിരുന്നു. അതിൽ ഞാൻ ജൂലൈ 18, 1948 സർദാർ പട്ടേൽ ഈ നമ്മുടെ ഹിന്ദു മഹാസഭയുടെ അന്നത്തെ നേതാവായിരുന്ന ശ്യാമപ്രസാദിക്ക് മുഖർജിക്ക് എഴുതിയ ഒരു 2 സെന്റൻസ് വായിച്ചുകൊണ്ട് ഞാൻ നിർത്താം. There are activities for RSS constituted a clear threat to the existence of government and the state. And there are, but reports confirm that as a result of the activities of those two bodies, which is RSS and Mahasabha, നമ്മുടെ ഹിന്ദു മഹാസഭ, the atmosphere was created in the country in which such ghastly tragedy become possible. മഹാത്മാഗാന്ധിയുടെ വധവുമായി ബന്ധപ്പെട്ടാണ് പറയുന്നത്. There is no doubt in my mind that the extreme sections of the Hindu Mahasabha was involved in the conspiracy and the activities of the RSS constituted a clear threat to the existence of government and the state. ഇത് ഞാൻ പറഞ്ഞതല്ല, നമ്മുടെ ഗുജറാത്തിൽ ഒരു പ്രതിമ ഉണ്ടാക്കിയിട്ടുണ്ട് പട്ടേലിലെ. ആ പട്ടേൽ പ്രസാദ് മുഖർജിക്ക് എഴുതിയ ഒരു കത്താണ്. രണ്ടാമത് ഈ കോൺഗ്രസിന്റെ പ്രതിനിധി അദ്ദേഹം പറഞ്ഞു, കോൺഗ്രസ് എന്നാൽ ഇന്ത്യ എന്നാൽ ഇന്റർനാഷണൽ കോൺഗ്രസ്. ദയവായി ഇന്ത്യയുടെ ഡെമോക്രസിയെ, ഡെമോക്രാറ്റിക് പ്രോസസ്സിനെ, കോൺഗ്രസിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ, കോൺഗ്രസ് പാർട്ടിയുടെ കോൺസ്റ്റിറ്റ്യൂഷനെ ഇൻസൾട്ട് ചെയ്തത്. ഇത് തെറ്റാണ്. ഇന്ത്യ ഇസ് എ ഡെമോക്രാറ്റിക് കൺട്രി. കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയാണ്, അല്ലെങ്കിൽ ഇന്റർനാഷണൽ ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഇന്റർനാഷണൽ കോൺഗ്രസ് ആണ് എന്ന് പറയുന്നത് എന്നെ പോലെയുള്ള ആൾക്ക് പുറത്തിരുന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ദാറ്റ് കനോട്ട് ബി അക്സെപ്റ്റഡ്. ആൻഡ് ഗോദ്ര ഇഷ്യൂവിനെ പറ്റി പറയുമ്പോഴത്തേക്കും ശ്രീ നോബിൾ മാത്യു പറയുന്നതൊന്നും ടോട്ടലി അൺഅക്സെപ്റ്റബിൾ. നമുക്ക് തീർച്ചയായും ശ്രീ ബൈജു, ഞാനിന്ന് ഇടപെടുന്നത് നമുക്ക് ഒരുപാട് അങ്ങനെ ചരിത്രം പരിശോധിക്കാനുള്ള സമയമില്ലാത്തത് കൊണ്ടാണ്. ശ്രീ